രണ്ടാമത്തെ ചാപ്റ്ററിലെ 8ാമത്തെ ലെസണിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പം നമ്മൾ 7ാമത്തെ ലെസണിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് പഠിച്ചു. അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഈ ഒരു ബ്രേക്ക് റീടെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കുമായിട്ട് ക്ലിയർ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്രേക്ക് റീടെസ്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യമേ ബ്രേക്ക് എന്താണെന്ന് പഠിക്കാം, അതിനുശേഷം റീടെസ്റ്റ് എന്താണെന്ന് പഠിക്കാം. ഓക്കെ, A breakout happens when an asset price moves out of defined support and resistance area with increased volume or momentum. അതായത് ഒരു ബ്രേക്ക് സംഭവിച്ചത് എപ്പോഴാണെന്നാണ് പറയുന്നത്, വെൻ അസറ്റ് പ്രൈസ് അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് മൂവ്സ് ഔട്ട്, അതായത് പുറത്തേട്ട് വന്നു, ആ ഒരു ഡിഫൈൻഡ് സപ്പോർട്ടിനും റെസിസ്റ്റൻസ് ഏരിയയ്ക്കും പുറത്തേട്ട് വന്നു, നല്ല വോളിയം ഒപ്പം മൊമെൻറ്റത്തോടു കൂടി. ഓക്കെ, അതായത് നമ്മളെന്താണ് പറഞ്ഞത്, ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഞാൻ ഡേറ്റാമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. വീക്കിലി ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു റീജിയൻസ് ഒരു പ്രൈസ് ആക്ഷൻ സോൺസ് ആയിരുന്നു, ഈ കാണുന്ന റീജിയൻസ്. ഓക്കെ, ഈ കാണുന്ന റീജിയൻസ്. അപ്പം ഈ റീജിയൻസ് എല്ലാം ചേർത്ത് നമ്മൾ ഒരു റെസിസ്റ്റൻസ് ഡ്രോ ചെയ്തു, ഈ ഒരു റീജിയൻസ് എല്ലാം ചേർത്ത് സപ്പോർട്ട് ഡ്രോ ചെയ്തു. ഓക്കെ, അപ്പം ഈ ഒരു റീജിയണിൻ്റെ അകത്ത് നിൽക്കുന്ന ഉള്ളിൽ നമുക്ക് റെസിസ്റ്റൻസും സപ്പോർട്ടും നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റി. അപ്പം ഇതൊന്നെങ്കിൽ മുകളിലേക്ക് പുറത്തോട്ട് കിടക്കും, അല്ലെങ്കിൽ താഴോട്ട് പുറത്തോട്ട് കിടക്കും. ഇത് മുകളിലേക്കാണ് പുറത്തോട്ട് കിടക്കുന്നതെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ ഇത് മുകളിലേക്കാണ് പുറത്തോട്ട് കിടന്നത്. അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് പുറത്തോട്ട് കിടക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബ്രേക്ക് നടന്നിട്ടുണ്ടെന്ന്. ഓക്കെ, ജസ്റ്റ് മുകളിലേക്ക് മാത്രമല്ല, ഒരാഴ്ച മുകളിലേക്ക് ഈ ഒരു റേഞ്ചിന് പുറത്തേട്ട് മുകളിലേക്ക് പോയിട്ട് ഒരാഴ്ച ഇതിന് മുകളിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഒരു വീക്ക്ലിയിൽ ബ്രേക്ക് പ്ലസ് ക്ലോസിങ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്, ഇത് മുകളിലേക്കുള്ളതാണ് ജയിച്ചത്. അതായത് ഇത്രയും മുകളിൽ സെല്ലേഴ്സ് ഇവിടെയൊക്കെ സെല്ലേഴ്സ് ഉണ്ടായിരുന്നു, അവർ റെസിസ്റ്റ് ചെയ്ത് താഴോട്ട് പ്രൈസിനെ തള്ളി താഴോട്ട് വിടുമായിരുന്നു. ബട്ട് ഇവിടെ ബയ്യേഴ്സ് സർവൈവായി, ഈ ഒരു സെല്ലേഴ്സിനെ എല്ലാം തോപ്പിച്ച് ബയ്യേഴ്സ് ഇവിടെ സർവൈവായി. അതിനുശേഷം ഇത് മുകളിലേക്കാണ് കിടന്നത്. കണ്ടോ, ഇത് മുകളിലേക്കാണ് ഉയർന്നു വന്നത്. അപ്പം മുകളിലേക്ക് വരുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു സ്റ്റോക്കിൽ ബ്രേക്ക് സംഭവിച്ചു. ബ്രേക്ക് എപ്പോഴാണ് സംഭവിക്കുന്നത്, റെസിസ്റ്റൻസ് ലെവലിനെ ക്രോസ് ചെയ്ത് അതിന് മുകളിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങുന്ന സിറ്റുവേഷനിലാണ് നമുക്ക് ബ്രേക്ക് സംഭവിക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പം ഇവിടെ പറയുന്നുണ്ട് നല്ല വോളിയവും ഒപ്പം നല്ല മൊമെൻറ്റം ഉണ്ടായിരിക്കണം. ഇത് കണ്ടോ, നല്ല രീതിയിൽ അപ്സൈഡ് മൊമെൻറ്റം തന്നിട്ടുണ്ട്. പ്രൈസ് നല്ല രീതിയിൽ ആ ബ്രേക്ക് ക്യാൻഡിലിൽ നല്ല രീതിയിൽ പ്രൈസ് ഉയർന്നിട്ടുണ്ട്, ഒപ്പം വോളിയവും ഇവിടെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അതൊരു ബ്രേക്ക് ക്യാൻഡിലായിരുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു ബ്രേക്ക് നടന്നിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. അപ്പം ഈ ഒരു ബ്രേക്ക് ഇൻഡിക്കേറ്റ് എന്തിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്, ഇൻഡിക്കേറ്റ് ദ പൊട്ടൻഷ്യൽ ഫോർ ദ പ്രൈസ് ടു സ്റ്റാർട്ട് ട്രെൻഡിങ് ഇൻ ദ ബ്രേക്ക് ഡയറക്ഷൻ. അതായത് ഏത് ഡയറക്ഷനിലാണോ ബ്രേക്ക് തന്നത് ആ ഒരു ഡയറക്ഷനിൽ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് സ്റ്റാർട്ട് ട്രെൻഡിങ്, അതായത് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നു ആ ഒരു ഡയറക്ഷനിൽ. അപ്പോൾ ഇവിടെ കണ്ടോ, ഇത് മുകളിലേക്ക് പോകുന്നതായിട്ട്. ഓക്കെ, അപ്പം ഇത് സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബ്രേക്ക് അപ്പം ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ട്രെൻഡിൻ്റെ സ്റ്റാർട്ടിങ് ആണ് അവിടെ നിന്ന് പിന്നെ അതിന് കണ്ടിന്യൂവേഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് ബ്രേക്ക് നടന്നു കഴിഞ്ഞാൽ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ബ്രേക്ക് ഓക്കെ, നമ്മളിനി മുമ്പോട്ട് പോകുമ്പോഴത്തേനും എൻട്രിയിൽ ക്ലിയർ ആയിട്ട് ബ്രേക്ക് കണ്ടെത്തും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഒരു ക്യാൻഡിൽ വീക്കിലി ക്യാൻഡിലാണ്, അവിടെ ബ്രേക്ക് നടന്നിട്ടുണ്ട്. നമുക്ക് വീക്കിലിയിൽ ഇതുപോലെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഈ ഒരു റീജിയന് മുകളിൽ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് നല്ല വോളിയത്തോടു കൂടി നല്ല സ്ട്രെങ്തോടു കൂടി ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ ബ്രേക്ക് വന്നു. ഇനി ഈ ഒരു ലെവൽ റെസിസ്റ്റൻസ് അല്ല, ഇനി ഈ ഒരു ലെവൽ സപ്പോർട്ടാണ്. ഓക്കെ, ഇത് സപ്പോർട്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള സപ്പോർട്ടാണ്, ഈ ഒരു ലെവലിന് താഴെയുള്ള സപ്പോർട്ടാണ് ഇത് ഇനി റെസിസ്റ്റൻസ് അല്ല, ഈ ഒരു ലെവൽ ഇനി സപ്പോർട്ടായി മാറി. ഓക്കെ, ഇത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പം ഏത് ഡയറക്ഷനിലാണോ ബ്രേക്ക് തരുന്നത് ആ ഒരു ഡയറക്ഷനിലേക്ക് സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇത് മുകളിലേക്കാണ് കിടക്കുന്നതെങ്കിൽ അതിന് ബ്രേക്ക് എന്നും, ഇനി താഴോട്ടാണ് കിടക്കുന്നതെങ്കിൽ
ഇത് ഇങ്ങനെ ഈ ഒരു താഴോട്ട്, അതായത് നമ്മൾ ബയേഴ്സിനെ തോപ്പിച്ച് താഴോട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ അതിനെ നമുക്ക് ബ്രേക്ക് ഡൗൺ എന്നും പറയാൻ സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ലെവലിന് താഴോട്ടാണ് ഇനി സ്റ്റോക്ക് പ്രൈസ് ക്ലോസിങ് തരുന്നതെങ്കിൽ നമുക്കിതിന് ബ്രേക്ക് ഡൗൺ സംഭവിച്ചു എന്നും ഈ ഒരു സ്റ്റോക്ക് ഇനി താഴോട്ടുള്ള ഡയറക്ഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നും പറയാൻ സാധിക്കും. അതായത് ബ്രേക്ക് ഔട്ടിന് നേരെ ഓപ്പോസിറ്റാണ് ബ്രേക്ക് ഡൗൺ. നമ്മളിവിടെ ബ്രേക്ക് ഔട്ട് സ്പെഷ്യലായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ബ്രേക്ക് ഔട്ട്സ് ആണ് കണ്ടെത്തേണ്ടത്. നമുക്ക് മുകളിലേക്ക് പോകുന്ന സമയത്ത് സ്റ്റോക്ക് ഒരു റീജിയനിലൊക്കെ ട്രേഡ് ചെയ്ത് ആ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു റീജിയൻ ബ്രേക്ക് ഔട്ട് തരുന്നത് നല്ല വോളിയത്തോടു കൂടി ബ്രേക്ക് ഔട്ടാണ് തരുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ബ്രേക്ക് ഔട്ട് റീജിയൻസ് ആണ് കണ്ടെത്തേണ്ടത്. നമുക്ക് ഇങ്ങനെ ബ്രേക്ക് ഔട്ട് റീജിയൻസിൽ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, നമ്മുടെ എൻട്രി ലൊക്കേഷനിലാണ് അങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ചാർട്ടിൽ പോയി കുറച്ച് ബ്രേക്ക് ഔട്ട്സ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് കിർലോസ്കർ ബ്രോസ് എന്ന് പറഞ്ഞ കമ്പനി വീണ്ടും എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ ഇതിനകത്ത് ഡ്രോ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻറ്റ് റീജിയൻ ആയിരുന്നു എന്ന്. അപ്പം ഇവിടെ എന്താണ്, ഈ ഒരു റീജിയന് മുകളിലേക്ക് കിടക്കാൻ നോക്കിയിട്ടുണ്ട്. ബട്ട് അവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് നല്ല ക്ലോസിങ്ങോ അല്ലെങ്കിൽ നല്ല വോളിയോ ഒന്നും ഇതിന് താഴെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ അത്യാവശ്യം വോളിയോ ഉണ്ട് എങ്കിലും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഓക്കെ, ബട്ട് ഇവിടെ നമുക്ക് നല്ല വോളിയം കാണുന്നുണ്ട്, അതിന് മുകളിൽ സർവൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു, ബട്ട് നമുക്ക് കണ്ടിന്യൂവേഷൻ കിട്ടിയോ? ഇല്ല. അപ്പോൾ നമുക്ക് എല്ലാ ബ്രേക്ക് ഔട്ടും കൃത്യമായിട്ട് മുകളിലേക്ക് ഡയറക്ഷൻ കിട്ടുന്നുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു, നമ്മൾ ബ്രേക്ക് ഔട്ട് മാത്രം കണ്ടെത്തി അങ്ങനെയുള്ള ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുത്താൽ മതിയായിരുന്നു. വളരെ സിമ്പിളാണ്. അപ്പോൾ അതാണ് ഈ ഒരു റീജിയനിൽ ബ്രേക്ക് ഔട്ട് തന്നിട്ട് അവിടെ നിന്ന് കണ്ടിന്യൂവേഷൻ കിട്ടിയോ? ഇല്ല. അപ്പോൾ അവിടെ എന്താണ്, ആ ഒരു ബ്രേക്ക് ഔട്ട് ഫെയിലായി. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു റീജിയനിൽ വീണ്ടും ഒരു സ്വിംഗ് ഹൈയും കൂടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ട്രേഡ് ചെയ്ത് ഈ ഒരു റീജിയനിൽ ഈ ഒരു ക്യാൻഡിൽ, ഇത് എന്ത് ക്യാൻഡിലാണ്? മന്ത്ലി ക്യാൻഡിലാണ്. അപ്പം മന്ത്ലിയിൽ ഈ ഒരു റീജിയൻ വീണ്ടും ബ്രേക്ക് ഔട്ട് തന്നപ്പം വോളിയോ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം നോക്കുക, 480, 500 എന്ന ലെവലിൽ നിന്ന് അതിമനോഹരമായിട്ട് ഈ ഒരു സ്റ്റോക്ക് 900, 950, 1000 റീജിയനിലേക്ക് എന്ത് മനോഹരമായിട്ടാണ് സ്പീഡിൽ മൂവ് ചെയ്തത്. താഴെ വോളിയവും കിട്ടിയിട്ടുണ്ട്. നമ്മളെന്താണ് പറഞ്ഞത്, നമ്മുടെ റെസിസ്റ്റൻസ് റീജിയണിന് മുകളിൽ നല്ല മൊമെൻറ്റത്തോടു കൂടി, മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിൻ്റെ നല്ല സ്പീഡിൽ പ്രൈസ് നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വോളിയവും നല്ല രീതിയിൽ ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ അതൊരു ബ്രേക്ക് ഔട്ടായിട്ട് കൺസിഡർ ചെയ്യാം. അത് ബ്രേക്ക് ഔട്ടായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇനി ആ ഒരു ഡയറക്ഷനിൽ അപ്സൈഡിലേക്ക് മൊമെൻറ്റം കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ട് നടക്കുമ്പോഴത്തേനും വോളിയം കൂടുതലാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്, നല്ല സ്പീഡിലുള്ള ഫാസ്റ്റ് മൊമെൻറ്റം കിട്ടും. ഓക്കെ, ഇതാണ് ബ്രേക്ക് ഔട്ടിൻ്റെ ഏറ്റവും നല്ല ഒരു ഭംഗിയുള്ളൊരു കാര്യമാണ്. ശരിയായ ബ്രേക്ക് ഔട്ടൊക്കെ ആണെങ്കിൽ, സ്ട്രെങ്ത് ഉള്ള ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ അത് വളരെ വലിയ സ്പീഡിൽ സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോകും. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു മന്ത്ലി ക്യാൻഡിലാണ് അവിടെ ബ്രേക്ക് ഔട്ട് കണ്ടെത്തിയത്. അതുപോലെ തന്നെ ആ ഒരു സ്റ്റോക്ക് കുറച്ചും കൂടെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരണം. ആദ്യമേ മന്ത്ലിയിൽ എന്തെങ്കിലും ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം വീക്കിലിയിലോട്ട് വന്നിട്ട് അത് ഏതൊരു വീക്കിലാണ് അവിടെ ബ്രേക്ക് ഔട്ട് നടന്നതെന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു റീജിയൻ ബ്രേക്ക് ഔട്ട് തന്നത് ഏതാണ്, ഈ ഒരു വീക്കിലി ക്യാൻഡിലാണ്. ഈ ഒരു വീക്കിലി ക്യാൻഡിൽ ഇവിടെ ഈ കാണുന്ന ഈ ഒരു വോളിയത്തിൽ. ഓക്കെ, അപ്പം ഈ ഒരു വീക്കിലി ക്യാൻഡിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ, നമുക്ക് ഈ ഒരു താഴത്തെ വോളിയം കൂടെ ഐഡൻറ്റിഫൈ ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു റീജിയനിൽ ഒരു ബ്രേക്ക് ഔട്ട് എൻട്രി എടുത്തിരുന്നെങ്കിൽ അതിമനോഹരമായിട്ടുള്ള അപ്സൈഡ് മൂവ്മെൻറ്റ് കിട്ടിയേനെ. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇത് ഇവിടെ ഈ ഒരു റീജിയൻ, അതായത് മന്ത്ലിയിൽ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്, അതേ റീജിയനിൽ തന്നെ വീക്കിലിയിലും ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഏത് വീക്കിലാണോ ബ്രേക്ക് ഔട്ട് നടന്നതെന്ന് കുറച്ചും കൂടെ പോയിന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് വീക്കിലി ക്യാൻഡിലേക്ക് വരുമ്പോൾ. ഇനി നമുക്ക് വേണമെങ്കിൽ ഡെയിലിയിലോട്ട് പോയി നോക്കാം ഏത് ദിവസമാണ് ബ്രേക്ക് ഔട്ട് വരുന്നതെന്ന്. അവിടെ ഇതുണ്ടോ, ആ ഒരു റീജിയൻ ഏകദേശം ഈ ഒരു റീജിയനിലാണ് അവിടെ ബ്രേക്ക് ഔട്ട് നടന്നത്. അതായത് ഈ ഒരു 3 ദിവസത്തിൽ. ഓക്കെ, ഈ ഒരു 3 ദിവസത്തിലാണ് വോളിയം ഇൻക്രീസ് ആയി അതിന് മുകളിൽ പ്രൈസ് സർവൈവ് ചെയ്യാനും അവിടെ ട്രേഡ് ചെയ്യാനും തുടങ്ങി. ഓക്കെ, അപ്പം ഇതിന് ശേഷം ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് മാത്രമാണ് നടന്നിട്ടുള്ളൂ? അല്ല, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ലെവല്. ഓക്കെ, അപ്പം ഈ ഒരു ലെവലിന് മുകളിൽ ഈ ഒരു ക്യാൻഡിൽ ഡെയിലിയിൽ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡെയിലിയിൽ ഇത് കണ്ടോ, ഇവിടെ മോശമില്ലാത്തൊരു വോളിയം ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ ഒരു സ്ട്രെങ്ത് ഉള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക്
ചാർട്ടിന് അകത്തേട്ട് പോയിട്ട് ഡെയിലിയിൽ എവിടെയാണ് ബ്രേക്ക് ഔട്ട് തന്നതെന്നും കൂടെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഡെയിലിയിലുള്ള റെസിസ്റ്റൻസ് വരച്ചു, സപ്പോർട്ട് വരച്ചു, റെസിസ്റ്റൻസിന് മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അതിനെന്താ അർത്ഥം? അവിടെ ഒരു ബ്രേക്ക് ഔട്ടാണ് നടന്നത്. ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ വലിയ ടൈം ഫ്രെയിമിൽ എവിടെയാണ് ബ്രേക്ക് ഔട്ട് നടന്നതെന്ന് കണ്ടെത്തുക. അതുപോലെ തന്നെ അവിടെ കണ്ടെത്താൻ പറ്റാത്ത ചില ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവും. അതെങ്ങനെയാണ്? വീക്കിലിയിലേക്ക് വന്നിട്ടാണ് ആ ഒരു ബ്രേക്ക് ഔട്ട്സ് കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ ഡെയിലി ചാർട്ടിലും വന്ന് ബ്രേക്ക് ഔട്ട്സ് കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മേജറായിട്ട് നമ്മൾ വീക്കിലി ഡെയിലി ബ്രേക്ക് ഔട്ട്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും, കുറച്ചും കൂടെ കൃത്യമായിട്ടുള്ള എൻട്രീസ് എടുക്കുന്നതിന്. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ എൻട്രി മെത്തേഡ് പഠിക്കുമ്പോഴത്തേനും അത് ക്ലിയർ ആയിട്ട് പഠിക്കും. നമുക്ക് ബ്രേക്ക് ഔട്ട് എന്ന ആശയം പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ എടുത്തിട്ടുണ്ട്. നാറ്റ്കോ ഫാർമ എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ മന്ത്ലി വ്യൂ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ ആദ്യമേ തന്നെ എന്താണ് നോക്കേണ്ടത്? ഈ ഒരു റീജിയനിൽ അപ് ട്രെൻഡ് ആയിരുന്നു, ഈ ഒരു റീജിയനിൽ ഡൗൺ ട്രെൻഡ് ആയിരുന്നു, വീണ്ടും ഒരു കൺസോൾട്ടേഷന് ശേഷം അപ് ട്രെൻഡായി, ഡൗൺ ട്രെൻഡായി. ഇപ്പോൾ കറണ്ട് സിനോറിയയിൽ എന്താണ്? ഇത് അപ് ട്രെൻഡാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ലാസ്റ്റ് മന്ത്ലി ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു സെല്ലിംഗ് പ്രഷറുണ്ട്. കാരണം ഈ ഒരു മന്തിൽ സ്റ്റോക്ക് ഇത്രയും മുകളിൽ പോയിട്ട് ഇത്രയും താഴെ വന്നു. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബോഡിയാണ് കാണിക്കുന്നത്. അതായത് മുകളിൽ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ ഇതുവരെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതുപോലെ തന്നെ അപ് ട്രെൻഡിൽ പോയപ്പോൾ ഇവിടെ വോളിയം ഇൻക്രീസ് ആയി. ഓക്കെ, അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇനി സപ്പോർട്ടും റെസിസ്റ്റൻസും നമുക്ക് ഡ്രോ ചെയ്യാം. അപ്പം ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രേഡിംഗ് പ്രൈസിന് മുകളിലുള്ള ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവലാണ് എക്സാക്ട്ലി ഈ ഒരു റീജിയൻ തന്നെ ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ് ഈ ഒരു റീജിയൻ. ഓക്കെ, അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് ഈ ഒരു മുകളിലത്തെ. ഓക്കെ, ഇതാണ് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. താഴോട്ട് വരുവാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽസ് ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് താഴെയും ലെവൽസ് ഉണ്ട്, എങ്കിലും ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് വീക്കിലിയിലോട്ടൊന്ന് പോകാം. മറ്റേതെങ്കിലും ഇമ്പോർട്ടൻ്റ് ലെവൽസ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. കറൻറ്റ്ലി ഈ ഒരു റീജിയനിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു റീജിയനിൽ നമുക്ക് ഈ ഒരു ലെവലിലും നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കണ്ടു. ഈ ഒരു റീജിയനിലും നല്ല രീതിയിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലെവൽ ഇത് കണ്ടോ? ഈ ഒരു ലെവൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു ലെവലാണ്. ഈ ഒരു ലെവൽ കണ്ടോ? ഇവിടെ വന്ന് ടച്ച് ചെയ്ത് മുകളിലേക്ക് പോയി. ഇവിടെയും ഇത് കണ്ടോ? ഇവിടെ വന്ന് ബൗൺസ് ബാക്ക് ചെയ്തു, ഇവിടെയും ബൗൺസ് ബാക്ക് ചെയ്തു. ഇങ്ങനെ ബൗൺസ് ബാക്ക് ചെയ്തായിട്ട് കണ്ടു. ഇവിടെ വന്നപ്പം ഇത് കണ്ടോ? ഇങ്ങനെ റെസിസ്റ്റൻസ് എടുത്തു. ഇവിടെ താഴേന്ന് സ്റ്റോക്ക് വന്ന് ഇങ്ങനെ ഇവിടെ ഇടിച്ചിട്ട് താഴോട്ട് പോകുന്നു. അപ്പം ഈ ഒരു റീജിയൺ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും കൂടെ നമുക്ക് വരയ്ക്കാം. അപ്പം നമുക്ക് ഒന്നുകിൽ മന്ത്ലിയിൽ വരയ്ക്കാം, അല്ലെങ്കിൽ വീക്കിലിയിൽ വന്നിട്ടാണെങ്കിലും ഈ ഒരു ലെവൽസ് വരയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മന്ത്ലിയിൽ അല്ലെങ്കിൽ വീക്കിലിയിൽ വരയ്ക്കുക ലെവൽസ്. ഓക്കെ, മന്ത്ലിയിൽ എന്തിനാണ് വരയ്ക്കുന്നത്? ഫുള്ളായിട്ടുള്ള ടൈം കിട്ടാനാണ്. ഇപ്പോൾ വീക്കിലിയിലാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രീവിയസ് ടൈമിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. ഈ 2016 തൊട്ടൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം മന്ത്ലി എന്ന ടൈം ഫ്രെയിം ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ കിട്ടുന്നതിന് വേണ്ടി. ഓക്കെ, ഈ ഒരു ലെവലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. ഓക്കെ, ഈ ഒരു റീജിയണിൽ സ്റ്റോക്ക് ഈ ഒരു റീജിയണിൽ ഇങ്ങനെ ട്രേഡ് ചെയ്ത് ഈ ഒരു റീജിയണിൽ വന്നപ്പം ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിനെ ഇത് ബ്രേക്ക് ഔട്ട് തന്നു.
ആ ഒരു ഡയറക്ഷനിലാണ് പിന്നെ മുമ്പോട്ട് പോയത്. ഇങ്ങനെ മുകളിലേക്ക് തന്നെയാണ് പോയത്. ഓക്കെ, ഇത്രയും അപ്സൈഡ് മൂവ്മെൻറ്റ് അവിടെ നിന്ന് തന്നു. അതിനുശേഷം ഇവിടെ നിന്ന് താഴോട്ട് വന്ന് ഇങ്ങനെ വീണ്ടും ആ ഒരു ലെവലിലേക്ക് വന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു ലെവല് ഒരു നല്ല സപ്പോർട്ട് ലെവലായിട്ട് മാറി. ഓക്കെ, അപ്പോൾ അവിടെ വീണ്ടും സപ്പോർട്ടാണ് എടുത്തത്. വീണ്ടും ഈ റീജിയണിൽ പോയപ്പോൾ എന്താണ്, അവിടെ ബ്രേക്ക് ഔട്ട് അല്ല സംഭവിച്ചത്. നമ്മുടെ പഴയ ആ ഒരു റെസിസ്റ്റൻസിൽ നിന്ന് വീണ്ടും അത് റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്തത്. അവിടെ നിന്ന് പ്രൈസ് വീണ്ടും താഴോട്ടാണ് വന്നത്. ഓക്കെ, ഈ ഒരു റീജിയണിൽ വന്നിട്ട് എന്താണ്, വീണ്ടും സപ്പോർട്ടാണ് എടുത്തത്. സപ്പോർട്ട് എടുത്തു. ഈ ഒരു റീജിയണിൽ വീണ്ടും നല്ലൊരു ഇവിടെ നിന്ന് പോയപ്പം അതൊരു റെസിസ്റ്റൻസ് റീജിയൻ ആയിട്ട് ആക്ട് ചെയ്തു. ഈ ഒരു ലെവലിൽ ഇതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു. ഈ ഒരു റീജിയണിൽ ഇങ്ങനെ വന്ന് ഈ ഒരു റീജിയണിൽ വീണ്ടും ഒരു ബ്രേക്ക് ഡൗൺ തരുവാണ്. അപ്പോൾ ബ്രേക്ക് ഡൗൺ തന്നു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞത്, ബ്രേക്ക് ഡൗൺ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്ക് ആ ഒരു ഡയറക്ഷനിൽ താഴോട്ട് പോരും. ഓക്കെ, അത് താഴോട്ട് വന്ന് കണ്ടോ. ഓക്കെ, ഇനി വീണ്ടും ഇത് മുകളിലേക്ക് പോകുമ്പം ആ ഒരു റീജിയൻ റെസിസ്റ്റൻസ് റീജിയൻ ആണ്. അവിടെ എന്താണ് സംഭവിച്ചത്, അവിടെ സെല്ലേഴ്സ് ആക്റ്റീവാണ്. അവിടെ നിന്ന് പ്രൈസ് സെല്ല് ചെയ്ത് വീണ്ടും താഴോട്ട് കൊണ്ടുവന്നു. ഓക്കെ, വീണ്ടും ഇങ്ങനെ ട്രേഡ് ചെയ്ത് ഈ ഒരു റീജിയൻ വന്നപ്പം എന്താണ്, ഇവിടെ പലതവണ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തതായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ലെവല് റെസിസ്റ്റൻസും ആയിരുന്നു. ആ ഒരു ലെവലിന് മുകളിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതൊരു ബ്രേക്ക് ഔട്ടാണ് വന്നത്. ഈ ഒരു ലെവലിന് ഈ ഒരു താഴേന്ന് വന്നപ്പം അതൊരു ബ്രേക്ക് ഔട്ടായിരുന്നു. ഓക്കെ, ബ്രേക്ക് ഔട്ടിന് ശേഷം വീണ്ടും മുകളിലേക്ക് പോയി ഈ ഒരു ലെവലിൽ ചെന്നപ്പോൾ എന്താണ്, അത് ഇവിടെ ഓൾറെഡി ഇതൊരു റെസിസ്റ്റൻസ് റീജിയൻ ആണ്. അപ്പോൾ അവിടെ വീണ്ടും അത് റെസിസ്റ്റൻസ് തന്നെയായിട്ടാണ് ആക്ട് ചെയ്തത്. ഓക്കെ, വീണ്ടും ഇങ്ങനെ മൂവ് ചെയ്ത് വീണ്ടും ഇത് ഓൾറെഡി ഈ ഒരു റീജിയൻ ഇനിയിപ്പോൾ സപ്പോർട്ടാണ്. ഓക്കെ, അവിടെ സപ്പോർട്ടാണ് എടുത്തത്. അപ്പോൾ ഇങ്ങനെ പോയി ഇവിടെ എന്താണ്, പതുക്കെ ഒരു ബ്രേക്ക് ഔട്ട് പോലെ തന്നു. അതൊരു ഫാൾസ് ബ്രേക്ക് ഔട്ടായിരുന്നു. ആ ഒരു ഡയറക്ഷനിൽ മൂവ് തന്നിട്ടില്ല, പകരം അവിടെ നിന്ന് തിരിച്ചാണ് പോകുന്നത്. ഓക്കെ, വീണ്ടും ഈ ഒരു റീജിയണിൽ സപ്പോർട്ട് എടുത്തു, കുറച്ച് മുകളിലേക്ക് പോയി വീണ്ടും ഈ ഒരു റീജിയണിൽ ബ്രേക്ക് ഡൗൺ തന്ന് ഇങ്ങനെ വന്നു. ഇവിടെ വീണ്ടും ആ ഒരു ലെവലിൽ വീണ്ടും ഒരു ബ്രേക്ക് ഡൗൺ തന്നു, വീണ്ടും ഇങ്ങനെ പോകുന്നു. അതിനുശേഷം ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ വന്ന് വീണ്ടും ആ ഒരു റീജിയന് ബ്രേക്ക് ഔട്ട് തന്നു, ഇങ്ങനെ മുകളിൽ വന്ന് ഇങ്ങനെ ട്രേഡ് ചെയ്യുന്നു. അപ്പം ബ്രേക്ക് ഔട്ടും ബ്രേക്ക് ഡൗൺസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ ചാർട്ടിലും. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഡെയിലി ക്യാൻഡിൽ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ക്ലോസ് ആയിട്ട് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് മനസ്സിലാവും. നമ്മൾ മന്ത്ലിയിലൊക്കെ ചില ലൈൻസ് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ആ ഒരു ട്രേഡ് ചെയ്യുന്ന പ്രൈസിനേക്കാളും ഒരുപാട് മുകളിലും ഒരുപാട് താഴെയൊക്കെ ആയിരിക്കും ലെവൽസ് കിട്ടുന്നത്. അപ്പം അങ്ങനെയുള്ള ലെവൽസ് നമ്മുടെ മനസ്സിൽ ഒരു ആശയമായിട്ട് വെക്കുക. അതൊന്നും നമുക്ക് ഒരു ക്വിക്കായിട്ട് നമുക്ക് ആവശ്യമുള്ള ലെവൽസ് അല്ല. ഒത്തിരി മുകളിലും ഒത്തിരി താഴെയാണെങ്കിലും ഇത് ഏകദേശം അടുത്താണ്, ഒരുപാട് മുകളിലും അല്ല. ഓക്കെ, ഇപ്പോൾ ഡെയിലിയിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്, ഈ ഒരു ലെവല് ഇതൊരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു. അതിപ്പോൾ ഇവിടെ ഇത് ബ്രേക്ക് ഔട്ട് തന്നു, ആ ബ്രേക്ക് ഔട്ടിന് ശേഷം എന്താണ്, വീണ്ടും ഒരു കൺസോൾട്ടേഷൻ ശേഷം അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നെയാണ് തന്നത്. അതുപോലെ തന്നെ ഈ ഒരു റീജിയണിലും വീണ്ടും ബ്രേക്ക് ഔട്ട് തരുന്നുണ്ട്. ഇതുണ്ടോ, ഇവിടെ 1 2 3 3 തവണ റെസിസ്റ്റൻസ് എടുത്തായിരുന്നു. ഇവിടെ കണ്ടോ, ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് നല്ല വോളിയത്തോടു കൂടി, അതിനുശേഷം മുകളിലേക്ക് കണ്ടോ അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി ബ്രേക്ക് ഡൗൺസ് കണ്ടുപിടിക്കാം. ഈ ഒരു ചാർട്ടിൽ തന്നെ ഈ ഒരു ലെവല് ഉണ്ടോ, 2 തവണ സപ്പോർട്ട് എടുത്ത റീജിയൻ ആയിരുന്നു. ആ ഒരു റീജിയൻ ഈ ഒരു റീജിയനിൽ ബ്രേക്ക് ഡൗൺ തന്നു. അതിനുശേഷം അത് ശരിയായ ബ്രേക്ക് ഡൗൺ ആയിരുന്നോ? അല്ല, ഇതൊരു ഫാൾസ് ബ്രേക്ക് ഡൗൺ ആയിരുന്നു. മുകളിലേക്ക് തിരിച്ചു പോയി. ബട്ട് വീണ്ടും ഈ ഒരു ലെവല് ബ്രേക്ക് ഡൗൺ തന്നപ്പം അത് ശരിയായ ബ്രേക്ക് ഡൗൺ ആയിരുന്നു. പ്രൈസ് കണ്ടോ പതുക്കെ താഴോട്ട് വന്നു, ഇവിടം വരെ എത്തി. അപ്പം എല്ലാ ബ്രേക്ക് ഔട്ടുകളും എല്ലാ ബ്രേക്ക് ഡൗണുകളും ശരിയാകണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ക്ലോസിങ്ങിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ലെവല് ബ്രേക്ക് ഔട്ട് തന്നു അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ തന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയണമെങ്കിൽ ആ ഒരു ടൈം ഫ്രെയിമിൽ, ഇപ്പോൾ ഡെയിലി ക്യാൻഡിലാണെങ്കിൽ ഈ ഒരു റീജിയൻ ഒരു റെസിസ്റ്റൻസ് റീജിയൻ ആണെങ്കിൽ അതിന് മുകളിൽ ഒരു ഡെയിലിയിൽ ഒരു ക്യാൻഡിൽ നല്ല വോളിയത്തോടു കൂടി ക്ലിയർ ആയിട്ട് ക്ലോസിങ് തന്നെ, അല്ല ജസ്റ്റ് ഒന്ന് മുകളിൽ പോയാൽ പോരാ. പ്രൈസ് ക്ലോസിങ് തന്ന് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഡെയിലിയിൽ കംപ്ലീറ്റ് ആയിട്ട് അത് ട്രേഡ് ചെയ്ത് മുകളിൽ കയറി കഴിയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു സ്റ്റോക്കിൽ ഈ ഒരു ലെവല്
ഡെയിലി ചാർട്ടിൽ ഒരു ബ്രേക്കൗട്ട് തന്നു. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഒരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്, ചെന്നൈ പെട്രോളിയം എന്ന് പറഞ്ഞ സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഡെയിലിയിലാണ് ഓപ്പൺ ആക്കുന്നതെങ്കിൽ നമുക്ക് ഇത്രയും മാത്രം ഒരു വ്യൂ ആണ് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഏതൊക്കെയാണ് റെസിസ്റ്റൻസും സപ്പോർട്ടും ഡ്രോ ചെയ്യാൻ പറ്റുന്നത്? ഈ ഒരു ലെവൽസാണ് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ലെവൽസൊക്കെയാണ് ഡ്രോ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഈ ഒരു ലെവൽസൊക്കെയാണ് ഡ്രോ ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്നത് നോക്കിയിട്ട് ഈ ഒരു ലെവൽസൊക്കെയാണ് ഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതിന് മുകളിൽ ഈ ഒരു മാർച്ചിന് മുമ്പ് ഈ ഒരു ലെവലിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന് മുകളിലോ അല്ലെങ്കിൽ താഴെയൊക്കെ ലെവൽസ് ഉണ്ടോ എന്നും കൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വലിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്നത്. ഓക്കെ, മന്ത്ലിയിലായിട്ട് പോയി. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു റീജിയൺ അല്ലാതെ ഇതിന് മുമ്പും ഈ ഒരു റീജിയണിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് 2017-18 കാലയളവിലും ട്രേഡ് ചെയ്തിട്ടുണ്ട്. 2006-7 കാലയളവിലും ട്രേഡ് ചെയ്തിട്ടുണ്ട്. 7-8 കാലയളവിൽ. ഓക്കെ, ഇവിടെയൊക്കെ ആ ലെവൽസ് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു വലിയ ചാർട്ട് എടുക്കുന്നു, നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഇമ്പോർട്ടൻറ്റ് ലെവലാണ് മുകളിലത്തെ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ലെവലാണ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ലെവലാണ്. അതുപോലെ തന്നെ ഈ ഒരു താഴോട്ട് വന്നപ്പം ഈ ഒരു റീജിയൺ ഇതൊരു ഇമ്പോർട്ടൻ്റ് ലെവലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു റീജിയൺ ഇതൊരു ഇമ്പോർട്ടൻ്റ് ലെവലാണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ലെവൽസ് നമ്മൾ കണ്ടതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഈ ഒരു പോയിൻറ്റും ഈ ഒരു പോയിൻറ്റും കൂടെ ചേർത്ത് ഇങ്ങനെ ഒരു സപ്പോർട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സിംഗിൾ പോയിൻ്റാണ്. ഇവിടെ നമുക്ക് ഒത്തിരി മൾട്ടിപ്പിൾ പോയിൻ്റ് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഈ ഒരു റീജിയണിൽ ഒരു സിംഗിൾ പോയിൻ്റാണ്. ഓക്കെ, അത് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു റീജിയണിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ 1, 2, 3 ഏകദേശം 3 പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഈ ഒരു റീജിയണിൽ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റീജിയണിൽ ചിലപ്പോൾ റെസിസ്റ്റൻസ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബട്ട് അവിടെ ബ്രേക്കൗട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിനേക്കാളും സ്ട്രോങ് ആണ്, പ്രൈസിൻ്റെ മൊമെൻറ്റം സ്ട്രോങ് ആണ്. അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് ഡ്രോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് ചാർട്ടിൽ സ്റ്റാർട്ടിങ്ങിലൊന്ന് വരച്ച് പ്രാക്ടീസ് ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സോൺ എന്ന് തന്നെ പറയാം. ഈ ഒരു കംപ്ലീറ്റ് റീജിയൻ തന്നെ ഒരു റെസിസ്റ്റൻസ് റീജിയനാണ്. ഇവിടെ സപ്പോർട്ടായിട്ട് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു അടുത്ത് നിൽക്കുന്ന ഒരു ലെവലാണ് ഇത്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഈ താഴത്തെ സപ്പോർട്ട് വരച്ചത്, അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് നമുക്ക് കളറൊക്കെ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഈ കളറൊക്കെ പറയുന്നത്. നമുക്ക് കളറ് ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ മന്ത്ലിയിൽ നമുക്ക് ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ പോയിൻറ്റ്സ് ചേർത്താണ് വരച്ചത്, ഈ ഒരു പോയിൻറ്റ്സ് ചേർത്താണ് വരച്ചത്. നമ്മൾ സപ്പോർട്ട് വരച്ചപ്പോൾ നമുക്കൊരു കൺഫ്യൂഷനുണ്ട്. എന്താണ്, ഈ ഒരു റീജിയണിൽ മാത്രമാണോ എടുക്കുന്നുള്ളൂ, അതായത് ഇവിടെയൊക്കെ എടുക്കുന്നുണ്ടോ, ഈ ഒരു റീജിയണിൽ എന്തെങ്കിലും പ്രൈസ് ആക്ഷൻ നടക്കുന്നുണ്ടോ എന്ന്. നമുക്കതൊന്ന് തുറന്ന് വീക്കിലിയിലോട്ട് പോയി നോക്കാം. ഓക്കെ, നമ്മൾ ഈ വരച്ച ഈ ഒരു റീജിയണിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കണ്ടോ, വീക്കിലിയിൽ ഇത് കണ്ടോ, മൾട്ടിപ്പിൾ ടൈമിൽ ഈ ഒരു റീജിയണിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ലെവലിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊന്നും കൂടെ സൂം ചെയ്യാം. ഈ ഒരു സ്റ്റോക്ക് ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പം വീണ്ടും അത് സപ്പോർട്ട് എടുത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ടോ. അപ്പം ആ ഒരു ലെവലിനെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ റെസിസ്റ്റൻസ് ആയ ഒരു ലെവല് മുകളിലേക്ക് പോയിട്ട് താഴോട്ട് വരുമ്പോൾ അതെന്തായി, സപ്പോർട്ടായി. അവിടെ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്ത് പോയത് കണ്ടോ, ആ ഒരു ലെവൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് വരുമ്പം ഈ ഒരു ലെവലിൽ വീണ്ടും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ നല്ല വോളിയത്തോടു കൂടി നല്ല ബുള്ളിഷ് ക്യാൻഡിലൊക്കെയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് വീണ്ടും അവിടെ ബൗൺസ് ബാക്ക് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതല്ല, ഈ ഒരു റീജിയണിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു ബീറിഷ് ക്യാൻഡിൽ ഇങ്ങനെ ഫോം ചെയ്ത് ഒരു സ്ട്രെങ്ത് ഉള്ള ബീറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ലൈന് താഴെ അവിടെ എന്താണ് സംഭവിക്കുന്നത്, അതൊരു ബ്രേക്ക് ഡൗൺ ആണ്. അപ്പോൾ താഴോട്ടുള്ള ഡയറക്ഷനിൽ വീണ്ടും മൂവ്മെൻറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അതല്ല, ഇനി ഈ ഒരു റീജിയണിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് പതുക്കെ പതുക്കെ മുകളിലേക്ക് പോയി ഈ ഒരു റീജിയണിന് മുകളിൽ നമുക്ക് ഈ ഒരു വീക്കിലി ക്യാൻഡിലൊക്കെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ നല്ലൊരു വോളിയത്തോടു കൂടി കിട്ടുവാണെങ്കിൽ
വീണ്ടും മുകളിലേക്കുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ബ്രേക്ക് ഔട്ട്, ബ്രേക്ക് ഡൗൺ ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇത് കണ്ടോ, നമ്മൾ ഈ വരച്ച ഈ ഒരു ലൈൻ ഇമ്പോർട്ടൻസ് കണ്ടോ, ഇതുണ്ടോ, ഇവിടെ സപ്പോർട്ട് എടുത്തു, ഇവിടെ സപ്പോർട്ട് എടുത്തു, ഈ ഒരു ലെവലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ സപ്പോർട്ട്, ഇത് ഒരു ബ്രേക്ക് ഡൗൺ ആയിരുന്നു ഈ ഒരു ലെവലിന്. ഇവിടെയും ഈ ഒരു ലെവലിന് ഇവിടെ ബ്രേക്ക് ഡൗൺ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇത് താഴോട്ട് ക്ലിയർ ആയിട്ട് ഡൗൺ ട്രെൻഡിൽ പോകുന്നത് കണ്ടോ. ഈ ഒരു റീജിയനിൽ വീണ്ടും പ്രൈസ് ഒന്ന് പോയി ടച്ച് ചെയ്യാൻ നോക്കി, വീണ്ടും തിരിച്ചു പോകുന്നു. ഓക്കെ, അപ്പം ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് സംഭവിച്ചത്, ആ ഒരു ലെവലിന് താഴോട്ട് പോരുന്നു. ഓക്കെ, നമ്മൾ 2008 കാര്യം പറഞ്ഞിരുന്നു. 2008 കണ്ടോ, ഇവിടെ നിന്ന് ഇത് കണ്ടോ, ജസ്റ്റ് ആ ഒരു ലൈനിൽ പോയി ടച്ച് ചെയ്തു. അപ്പം ഇവിടെ അത് ബ്രേക്ക് ഡൗൺ ആണ് സംഭവിച്ചത്, ആ ഒരു റീജിയണ് വീണ്ടും ഇങ്ങനെ. അപ്പം എക്സാക്റ്റ് ആയിട്ട് ആ ഒരു ലെവലിൽ തന്നെ പോയി സപ്പോർട്ട് എടുക്കുന്നൊന്നുമില്ല, ചിലപ്പോൾ ഈ മുകളിൽ പോയിട്ടാണ് വരുള്ളൂ. ഓക്കെ, എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുവാണെങ്കിൽ വളരെ എളുപ്പമായിരുന്നു ചാർട്ട് പഠിക്കുന്നതിനും എല്ലാത്തിനും. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സാമ്പിളും കൂടെ നോക്കുക. ഈ ഒരു ലെവലും ഈ ഒരു ലെവലൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ലെവല് ചേർത്ത് വരച്ച് ഇതുണ്ടോ, ഇവിടെ മൂന്നാമത്തെ പോയിൻറ്റ്, ഈ ഒരു 3 പോയിൻറ്റും കൂടിയുള്ള ഈ ഒരു റീജിയൻ ബ്രേക്ക് ഡൗൺ തന്നു കഴിഞ്ഞപ്പം അപ്പോൾ എല്ലാവരും ഓർക്കും ഈ ഒരു സ്റ്റോക്ക് ഇത്രയും താഴെ വന്നാലേ ഏറ്റവും വിലക്കുറവിലല്ലേ കിട്ടുന്നതെന്ന് ഓർത്തുകൊണ്ട് ഇവിടെ ബൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരുന്നു സംഭവിച്ചത്, ആ ഒരു സ്റ്റോക്ക് വീണ്ടും അതിമനോഹരമായിട്ട് താഴോട്ടാണ് പോകുന്നത്. അപ്പം ഈ ഒരു ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഈ ഒരു ബ്രേക്ക് ഡൗൺ, ഒരു ബ്രേക്ക് ഔട്ട് കൺസെപ്റ്റൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം മാക്സിമം ഞാൻ ഓരോ കാര്യങ്ങളും പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം ചിലവർക്ക് ചില ഡൗട്ട്സൊക്കെ വരാം. അങ്ങനെയുള്ള ഡൗട്ട്സ് വരുവാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, അതിനുശേഷം ചോദിക്കുക. ഒരുപക്ഷെ മുമ്പോട്ട് പോകുമ്പോഴത്തേനും അത് ക്ലിയർ ആവും. വീണ്ടും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേനും ക്ലിയർ ആവും. അപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട്, ഓരോ ലെസൺസും അത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പം ചിലവർക്ക് ഇത് ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേനും മാർക്കറ്റിൽ കുറച്ച് നാളായി അല്ലെങ്കിൽ ചാർട്ടൊക്കെ ഓപ്പൺ ആയി എന്ന് ചെറുതായിട്ട് നോക്കുന്നവരാണെങ്കിൽ അവർക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. പക്ഷേ എല്ലാവർക്കും മനസ്സിലാകണം, അതുകൊണ്ട് വേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം കുറച്ച് ടൈം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഏതായാലും ഇതിനു വേണ്ടി മാറ്റി വെക്കുക, ചാർട്ട് റീഡിങ്ങിനും ഈ ഒരു ടെക്നിക്കൽ അനാലിസിനും ഒക്കെ. അപ്പം ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമ്മുടെ ഉള്ള ജേണി കുറച്ചും കൂടെ സ്മൂത്ത് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നിടം വരെ ഒരു പാടുള്ളൂ. അതിനുശേഷം എന്താണ്, ചാർട്ട് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് സിമ്പിളായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസും വരയ്ക്കാൻ സാധിക്കും, സിമ്പിളായിട്ട് ബ്രേക്ക് ഔട്ടും ബ്രേക്ക് ഡൗണും ഒക്കെ കണ്ടെത്താനും സാധിക്കും. ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് റീടെസ്റ്റിലേക്ക് പോകാം. നമ്മളപ്പം റീടെസ്റ്റ് എന്ന ടോപ്പിക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ബ്രേക്ക് ഔട്ടും റീടെസ്റ്റും എല്ലാം ഒരു ഒന്നിച്ച് നിൽക്കുന്ന ടോപ്പിക്സാണ്. അതുകൊണ്ടാണ് ഈ ഒരു റീടെസ്റ്റ് എന്ന ടോപ്പിക്കും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ബ്രേക്ക് ഔട്ട്, ബ്രേക്ക് ഡൗണ്, റീടെസ്റ്റ്, ഈ കാര്യങ്ങളെല്ലാം തമ്മിൽ കൂട്ടി ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് റീടെസ്റ്റ് ഇൻ ബ്രേക്ക് ഔട്ട്സ് റെഫർ ടു എ സിറ്റുവേഷൻ. ഇതൊരു സിറ്റുവേഷനാണ് where the price of a stock that has been broken out of a significant level of support or resistance return to that level and test it again before continuing in the direction of the breakout. അതായത് ഈ ഒരു ലെവൽ ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നു, അപ്പം ഇതൊരു സിഗ്നിഫിക്കൻറ്റ് റെസിസ്റ്റൻസ് ലെവലായിരുന്നു. അപ്പം ഏതെങ്കിലും ഒരു ലെവലല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവല്, അതായത് റെസിസ്റ്റൻസ് ലെവൽ. ഇവിടെ ബ്രേക്ക് ഔട്ടാണ് നടക്കുന്നത്, അതുകൊണ്ട് ഒരു ബ്രേക്ക് ഔട്ട് തന്നതുകൊണ്ട് ആ ഒരു സ്റ്റോക്ക് പ്രൈസ് കുറച്ച് മുകളിലേക്ക് പോയതിന് ശേഷം ആ ഒരു ലെവലിലേക്ക് റിട്ടേൺ ചെയ്ത് വരും. ആ ഒരു ലെവലിലേക്ക് അതൊന്ന് ടച്ച് ചെയ്യാൻ വേണ്ടി വരും. ആ ഒരു ബ്രേക്ക് ഔട്ട് ലെവലിലൊന്ന് ടച്ച് ചെയ്യാൻ വരും. അതിലൊന്ന് ടച്ച് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പം ഇങ്ങനെ വരുന്ന ആ ഒരു റീജിയൻ അതെന്താണ്, അത് റീടെസ്റ്റിന് വേണ്ടി വരുന്നതാണ്. ഓക്കെ, ആ ഒരു റെസിസ്റ്റൻസിനെ ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഇത് മുകളിലേക്ക് പോയതിന് ശേഷം വീണ്ടും അവിടെ ഒന്ന് വന്ന് ടച്ച് ചെയ്തിട്ട് മുകളിലേക്ക് പോകും. അതിനാണ് നമ്മൾ ഇങ്ങനെ വരുന്നതിനാണ്, ഈ ഒരു മൊമെൻറ്റത്തിനെയാണ് നമ്മൾ പറയുന്നത് റീടെസ്റ്റിന് വേണ്ടി വരുന്നു. അതിനുശേഷം ഇവിടെ റീടെസ്റ്റ് എടുത്തു എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു റീജിയണിൽ
സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുന്ന കാണുമ്പോൾ നമ്മൾ പറയുന്നു അത് ബ്രേക്ക് ഔട്ടും റീടെസ്റ്റും ആ ഒരു സ്റ്റോക്കിൽ നടന്നിട്ടുണ്ടെന്ന്. അപ്പം എല്ലാ സ്റ്റോക്കിലും ഇങ്ങനെ നടക്കുമോ? ഇല്ല, എല്ലാ സ്റ്റോക്കിലും ഇങ്ങനെ നടക്കത്തില്ല. ഓക്കെ, ഇനി ഇവിടെ കണ്ടോ, ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ നമുക്ക് നല്ല വോളിയം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ റീടെസ്റ്റിന് വരുമ്പോൾ എന്താണ്, അവിടെ വോളിയം കുറഞ്ഞു വരും. അതിനുശേഷം വീണ്ടും ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വരുമ്പം അവിടെ വീണ്ടും ട്രേഡേഴ്സ് എല്ലാം എൻട്രി എടുക്കും. അവിടെ എന്താണ്, വോളിയം വീണ്ടും ഇൻക്രീസ് ആവും. അപ്പോൾ ഇവിടെ വോളിയം കൂടുതലായിരിക്കും ബ്രേക്ക് ഔട്ടിൽ. അതിനുശേഷം റീടെസ്റ്റിൽ എന്താണ്, അവിടെ കുറേ പേര് ചെറിയ പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്ത് അവിടെ നിന്ന് എക്സിറ്റ് ആവും. പുതിയ ആൾക്കാർ എൻട്രി എടുക്കും. അതിനുശേഷം ഇത് വീണ്ടും അതിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ്. ഇതുപോലെ തന്നെ ഒരു സപ്പോർട്ട് ലെവലാണ് ഇത്. കണ്ടോ, ഈ ഒരു സപ്പോർട്ട് ലെവലിന് താഴെയാണ് ഇത്. കണ്ടോ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഈ ഒരു ലെവലിന് താഴെ ഒരു ബ്രേക്ക് ഡൗൺ തന്നതിന് ശേഷം, അതായത് താഴോട്ടാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നല്ല വോളിയത്തോട് കൂടിയെങ്കിൽ, ഈ ഒരു താഴോട്ട് വന്നതിന് ശേഷം ഈ ഒരു റീജിയനിൽ വന്ന് സപ്പോർട്ട് ഒന്ന് റീടെസ്റ്റ് ചെയ്യും സപ്പോർട്ടിനെ. അതിനുശേഷം വീണ്ടും അതിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂസ് ആയിട്ട് പോരും എന്നാണ് പറയുന്നത്. അപ്പം ഇത് എല്ലാ സിറ്റുവേഷനിലും വരുമോ? ഇല്ല. നമുക്കിവിടെ ഒരു ബ്രേക്ക് ഡൗൺ തന്നു, പക്ഷേ ഇവിടെ റീടെസ്റ്റ് വന്നിട്ട് ഇവിടെ റീടെസ്റ്റിന് വേണ്ടി വന്നു, ഇവിടെ ചെറുതായിട്ടൊന്ന് വന്നു, അതിനുശേഷം കുറച്ച് താഴോട്ട് വന്നിട്ട് വീണ്ടും അതിങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്ത് മുകളിലേക്ക് പോയി. അപ്പോൾ നമുക്ക് എക്സാക്റ്റായിട്ട് എല്ലാ സിനാരിയോയിലും ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം റീടെസ്റ്റിന് വന്നിട്ട് റീടെസ്റ്റ് സക്സസ്ഫുൾ ആകുമോ? ഇല്ല, റീടെസ്റ്റ് സക്സസ്ഫുൾ ആകാതെ വീണ്ടും ആ ഒരു റേഞ്ചിൻ്റെ അകത്തേട്ട് തന്നെ വരും. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ പോയി മുകളിലേക്ക് പോയി ബ്രേക്ക് ഔട്ട് തന്നിട്ട് വീണ്ടും ആ റേഞ്ചിൻ്റെ അകത്തേട്ട് വരും. അപ്പോൾ ഇതിന് പറയാം ഈ ഒരു ബ്രേക്ക് ഔട്ട് ഫാൾസ് ആയിരുന്നു എന്ന്. ഓക്കെ, മാർക്കറ്റിൽ ഒരുപാട് ഫാൾസ് ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. ഓക്കെ, നമ്മളപ്പം ഒരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ഡേറ്റാമാറ്റിക്സ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. വീക്കിലി ക്യാൻഡിൽസ്റ്റിക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു റീജിയൻ നല്ലൊരു ലെവലായിരുന്നു. ഓക്കെ, ആ ലെവലൊന്ന് നമുക്ക് നോട്ട് ചെയ്യാം. നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ലെവല് ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് തന്നു നല്ല വോളിയത്തോടു കൂടി. ഇവിടെ റീടെസ്റ്റിന് വേണ്ടി വന്നോ? റീടെസ്റ്റിന് വേണ്ടി ഇത് കണ്ടോ, ഇത്രയും മുകളിലേക്ക് പോയതിന് ശേഷം കുറച്ച് താഴോട്ട് വരാൻ വേണ്ടി ട്രൈ ചെയ്തു. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് താഴോട്ട് വരാൻ വേണ്ടി ട്രൈ ചെയ്തു. ഓക്കെ, ബട്ട് ഇത് താഴോട്ട് പോന്നോ? ഇവിടം വരെ വന്നോ? ഈ ഒരു ലെവൽ വരെ വന്നോ? ഇല്ല. ഇതിങ്ങനെ പോയി ഈ ഒരു റീജിയണിൽ വരെ വന്നു. അതിനുശേഷം ഇത് മുകളിലേക്കാണ് പോയത്. ഇത് റീടെസ്റ്റിന് വേണ്ടി വന്നു, എക്സാക്റ്റായിട്ട് ഈ ഒരു ലെവൽ വരെ വന്നില്ല. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് എക്സാക്റ്റായിട്ട് ആ ഒരു ലെവൽ വരാതെ തന്നെ അതിൻ്റെ ട്രെൻഡ് വീണ്ടും കണ്ടിന്യൂവേഷൻ കിട്ടി. ഓക്കെ, അപ്പം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, ഇത്രയും വലിയൊരു റെഡ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തു. ഇത്രയും മുകളിലേക്ക് പോകുന്ന ആ ഒരു സിനാരിയോയിൽ ഇത്രയും വലിയൊരു ക്യാൻഡിൽ ഇതിന് മുമ്പത്തെ വീക്കിലെ ക്യാൻഡിലും അതിന് മുമ്പത്തെ വീക്കിലെ ക്യാൻഡിലൊക്കെ ഓവർലാപ്പ് ചെയ്തിട്ട് ഇത്രയും വലിയൊരു ബോഡിയോട് കൂടിയാണ് ഇവിടെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു എന്നുള്ളൂ. ഈ ഒരു സിനാരിയോയിൽ ഇവിടെ നല്ല വോളിയം ഇൻക്രീസ് ആയത് കണ്ടു ആ ഒരു വീക്കിൽ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. ഓക്കെ, അപ്പോൾ താഴോട്ട് വരുമ്പോഴത്തേന് ഇവിടെ വരുന്ന സപ്പോർട്ട് ഏതാണ്? ഈ ഒരു സ്വിങ് ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്വിങ് എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്വിങ് ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ബ്രേക്ക് ഔട്ട് റീടെസ്റ്റിലേക്ക് പോകാം. അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. ഇവിടെ അത് സംഭവിക്കുന്നില്ല എക്സാക്റ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സാമ്പിൾ എക്സാക്റ്റായിട്ട് റീടെസ്റ്റ് നടന്നിട്ടില്ല എക്സാക്റ്റായിട്ട്. ഓക്കെ, എങ്കിലും ആ റീടെസ്റ്റിന് വേണ്ടി ചെറുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഇത് കല്യാൺ ജുവലേഴ്സ് എന്ന സ്റ്റോക്കിൻ്റെ ഡെയിലി ക്യാൻഡിൽസ്റ്റിക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലായിരുന്നു. അപ്പം ഈ ഒരു ലെവൽ ക്ലിയർ ആയിട്ട് ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് തന്നു നല്ല വോളിയത്തോടു കൂടി. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി. അപ്പം അതിനുശേഷം അതുപോലെ തന്നെ ഈ ഒരു ലെവലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. അപ്പം ആ ഒരു രണ്ട് ലെവൽസിനും അവിടെ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് ആ ഒരു ഡെയിലി ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ ഒരു രണ്ട് റെസിസ്റ്റൻസിനെയും ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം കണ്ടോ, ഈ ഒരു ലെവല് എന്ന റെസിസ്റ്റൻസിൻ്റെ ബ്രേക്ക് ഔട്ടിന് ശേഷം കണ്ടോ റീടെസ്റ്റിന് വേണ്ടി വന്നത്. റീടെസ്റ്റിന് വേണ്ടി വരുമ്പോൾ എന്താണ്, വോളിയം അവിടെ കുറവായിരിക്കും.
ഓക്കെ, അതിനുശേഷം വീണ്ടും ഇതിൻ്റെ ചാർട്ട് കണ്ടിന്യൂവേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ആ ഒരു റീജിയണിൽ സപ്പോർട്ട് എടുക്കുന്നു, അതുപോലെ തന്നെ അത്യാവശ്യം വോളിയം ഇൻക്രീസ് ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂവേഷൻ കിട്ടും. അപ്പം ഒരുപക്ഷെ ഈ ഒരു റീജിയണിൽ നിന്ന് ഇവിടെ റീടെസ്റ്റ് ഇത് ഫെയിലായി ഇത് വീണ്ടും അകത്തിട്ട് വരാം. അകത്തിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ട്രേഡിൽ ആ ഒരു സമയത്ത് ആ ഒരു ബ്രേക്ക് ഔട്ട് ഫാൾസ് ബ്രേക്ക് ഔട്ട് ആയിരുന്നു എന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് നമ്മളെ പറ്റിക്കുമായിരുന്നു, അത് അങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു, അതൊരു സക്സസ്ഫുൾ ബ്രേക്ക് ഔട്ട് അല്ലായിരുന്നു. ഇനി ആ ഒരു നമുക്ക് ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ ആ ഒരു സമയത്ത് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ഓക്കെ, നമുക്ക് ഇനിയും എക്സാമ്പിൾ എടുത്ത് നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു മറ്റൊരു ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. PCBL എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്, വീക്കിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു റീജിയൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലായിരുന്നു. ഈ ഒരു ലെവൽ കണ്ടോ, നമ്മൾ 2018 കാലയളവിൽ നടന്ന ആ ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് ഈ ഒരു ലെവലിലും 2021 ഈ ഒരു ലെവലിലും ഒക്കെ നമുക്ക് ആ ഒരു പ്രൈസ് ആക്ഷൻ, അതായത് ഹിസ്റ്ററി റിപ്പീറ്റ് ഇറ്റ് സെൽഫ് എന്ന് പറയുന്നുണ്ട്. അപ്പം പ്രൈസ് പഴയ ഹിസ്റ്ററിയിൽ നടന്ന ആ ഒരു പ്രൈസ് സോണിൽ വീണ്ടും മുമ്പോട്ട് പോകുമ്പോഴത്തേനും ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതാണ് നമ്മൾ ചാർട്ടിൽ ടെക്നിക്കൽ അനാലിസിസ് വഴി നമ്മൾ നല്ല മാർക്കറ്റിൻ്റെ സോൺസ് കണ്ടെത്തുന്നതും നല്ല ട്രേഡിംഗ് ഡിസിഷൻസും കണ്ടെത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു പ്രൈസ് ആക്ഷൻ ഉപയോഗിച്ചിട്ടാണ്. പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു സ്റ്റോക്ക് ആ ഒരു ഒരു പ്രത്യേക ഒരു റീജിയണിൽ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. അത് വെച്ച് ഇനി മുമ്പോട്ട് പോകുമ്പോഴും ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് നമുക്കൊരു അനാലിസ് ചെയ്യാൻ പറ്റുവാണ്. നമുക്കങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ടെക്നിക്കൽ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലെവല് ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആയിരുന്നു. ഓക്കെ, ഇവിടെ ഇത് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ബ്രേക്ക് ഔട്ടിന് ശേഷം ഇവിടെ എന്താണ് സംഭവിച്ചത്? ബ്രേക്ക് ഔട്ടിന് അത്യാവശ്യം വോളിയം ഉണ്ട്. വോളിയത്തിന് ശേഷം ഇവിടെ ഒരു റീടെസ്റ്റിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ റീടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ പ്ലസ് റീടെസ്റ്റ് ആണ്. അപ്പം ഇത് ഒരുപക്ഷെ ഇത് സക്സസ്ഫുൾ ആകും. ഇത് സക്സസ്ഫുൾ ആണ് ആകുന്നതെങ്കിൽ ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ്, ഇത്രയും വലിയൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ആണ് സക്സസ്ഫുൾ ആണെങ്കിൽ ഇത് സ്ട്രോങ് ആയിട്ടുള്ള അപ്സൈഡ് മൊമെൻറ്റം ഇനിയും തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇവിടെ ഇനി നല്ല വോളിയത്തോട് കൂടി ഈ ഒരു സ്റ്റോക്ക് പ്രൈസ് ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇനി മുകളിലേക്ക് നല്ല സ്പീഡിലുള്ള അപ്സൈഡ് മൊമെൻറ്റം കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ലെവല് നമുക്ക് ഈ ഒരു റീജിയണിൽ നമുക്ക് നല്ലൊരു സപ്പോർട്ട് റീജിയൻ ആയിരുന്നു. അത് ഇവിടെ ബ്രേക്ക് ഡൗൺ തരികയാണ്. ഈ ഒരു റീജിയണിൽ ബ്രേക്ക് ഡൗൺ തരികയാണ്. നല്ല വോളിയം ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു ബ്രേക്ക് ഡൗൺ തന്നിട്ട് ഇതുണ്ടോ, ബ്രേക്ക് ഡൗൺ പ്ലസ് റീടെസ്റ്റ്. ഈ ഒരു സിനാരിയോയിൽ ഇവിടെ റീടെസ്റ്റ് എടുത്തിട്ടുണ്ട് കണ്ടോ, ഇത് റീടെസ്റ്റ് എടുത്തു. ആ ഒരു സപ്പോർട്ട് റീജിയനെ വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയി. അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും സെല്ലേഴ്സ് ആക്റ്റീവായി, അതായത് സപ്പോർട്ട് റീജിയൻ റെസിസ്റ്റൻസ് റീജിയനായി മാറിയായിരുന്നു ബ്രേക്ക് ഡൗണിന് ശേഷം. അപ്പം അവിടെ നിന്ന് വീണ്ടും ആ ഒരു സ്റ്റോക്ക് അതിൻ്റെ കണ്ടിന്യൂവേഷൻ കണ്ടോ, എന്ത് മനോഹരമായിട്ടാണ് അവിടെ ഒരു ബ്രേക്ക് ഡൗൺ പ്ലസ് റീടെസ്റ്റ് പ്ലസ് താഴോട്ടുള്ള കണ്ടിന്യൂവേഷൻ ഇത്രയും കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇവിടെ എന്താണ്, ഈ സെയിം സിനാരിയോ ആണ്. ഇവിടെ ഈ ഒരു ചാർട്ടിൽ ബ്രേക്ക് ഡൗൺ ആണ് സംഭവിച്ചത്, അതിനുശേഷം ഒരു റീടെസ്റ്റ്. ഇവിടെ എന്താണ്, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടാണ് സംഭവിച്ചത്. അപ്പോൾ ഇവിടെ റീടെസ്റ്റിന് വേണ്ടി വരുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ റീടെസ്റ്റ് എടുത്തേക്കാം. അതല്ല, ഇത് വീണ്ടും ഇതിൻ്റെ അകത്തോട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ പിന്നെ നമുക്ക് സ്വിംഗ് ട്രേഡേഴ്സിന് അവിടെ ഒരു എൻട്രിയോ ഒന്നും നമുക്ക് ആ ഒരു സ്റ്റോക്ക് നമുക്ക് ആ ഒരു നിലവിലത്തെ കണ്ടീഷനിൽ നമുക്ക് ആ ഒരു സ്റ്റോക്ക് കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് എന്ന കോൺസെപ്റ്റും ബ്രേക്ക് ഡൗൺ റീടെസ്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം സ്റ്റോക്ക് ഏതെങ്കിലും റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് റീജിയൻസിന് ഇടയ്ക്ക് നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം അത് റെസിസ്റ്റൻസ് ലെവലിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലിന് മുകളിൽ ഒരു വീക്ക്ലിയിലാണ് ബ്രേക്ക് ഔട്ട് പ്ലസ് ക്ലോസിങ് നല്ല വോളിയത്തോടു കൂടി തരുന്നതെങ്കിൽ അവിടെ നമുക്ക് പറയാൻ സാധിക്കും ആ ഒരു വീക്ക് ആ ഒരു റെസിസ്റ്റൻസ് ലെവലിന് മുകളിൽ ട്രേഡ് ചെയ്തു സക്സസ്ഫുൾ ആയെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഒരു വീക്ക്ലിയിൽ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിനുശേഷം ഒരുപക്ഷെ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ബ്രേക്ക് ഔട്ടിന് ശേഷം ക്ലിയർ അപ്സൈഡ് മൊമെൻറ്റം തരാം. ബ്രേക്ക് ഔട്ടിന് ശേഷം ഇത് കണ്ടോ, ഈ ഒരു റീജിയൻ ഇവിടെ ബ്രേക്ക് ഔട്ടിന് ശേഷം കണ്ടോ ഇവിടെ റീടെസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചില സിനാരിയോയിൽ ബ്രേക്ക് ഔട്ടിന് ശേഷം ക്ലിയർ ആയിട്ടുള്ള കണ്ടിന്യൂവേഷൻ തരും. ഓക്കെ, നമുക്ക് എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ബ്രേക്ക് ഔട്ടിന് ശേഷം റീടെസ്റ്റിന് വരണമെന്നില്ല. അവിടെ നമുക്ക് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ റീടെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട്
പ്രൈസ് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം അതാണ് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം റീടെസ്റ്റിന് വരാം, അല്ലെങ്കിൽ നേരെ കണ്ടിന്യൂവേഷനായിട്ട് അപ് ട്രെൻഡിലേക്ക് പോകും. അല്ലെങ്കിൽ രണ്ടാമത്തെ സിനാരിയോ ആണ് ബ്രേക്ക് ഡൗൺ, നല്ല വോളിയത്തോടു കൂടി ബ്രേക്ക് ഡൗൺ ആണ് തരുന്നതെങ്കിൽ ഒരുപക്ഷെ അത് ഡയറക്റ്റ് ആയിട്ട് താഴോട്ട് പോരും, അല്ലെങ്കിൽ ആ ഡൗൺ ട്രെൻഡിലേക്ക് പോരും, സൈഡ് വേസിൽ നിന്ന് ഡൗൺ ട്രെൻഡിലേക്ക് പോരും. അതല്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ബ്രേക്ക് ഡൗണിന് ശേഷം റീടെസ്റ്റ് ചെയ്യും ആ ഒരു ലെവലിൽ വീണ്ടും താഴോട്ട് പോരും, ഡൗൺ ട്രെൻഡ് വീണ്ടും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബ്രേക്ക് ഔട്ടും ബ്രേക്ക് ഡൗണും സംഭവിക്കുന്നത്, റീടെസ്റ്റ് സംഭവിക്കുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഏതൊരു സ്റ്റോക്ക് എടുക്കുകയാണെങ്കിലും അതിൻ്റെ അകത്ത് വളരെ വലിയ ടൈം ഫ്രെയിമിൽ എവിടെയൊക്കെ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടെന്നും എവിടെയൊക്കെ ബ്രേക്ക് ഡൗൺ നടന്നിട്ടുണ്ടെന്നും എവിടെ റീടെസ്റ്റ് നടന്നിട്ടുണ്ടെന്നും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏത് സ്റ്റോക്ക് പ്രൈസ് ഇപ്പോൾ കറൻറ്റ് സിനാരിയോയിൽ ഏതൊരു പോയിന്റിലാണോ ട്രേഡ് ചെയ്യുന്നത്, ഓക്കെ, ഇപ്പം ഇവിടുത്തെ സിറ്റുവേഷനിൽ ഈ സ്റ്റോക്ക് പ്രൈസ് ഈ ഒരു പോയിന്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഇതിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും നോക്കേണ്ടത്. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ബ്രേക്ക് ഔട്ടുകളും റീടെസ്റ്റുകളും ബ്രേക്ക് ഡൗണുകളും ഒക്കെയാണ്, ഫാൾസ് ബ്രേക്ക് ഔട്ടുകളും ഇതൊക്കെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ ഒരുപാട് താഴെയുള്ള ലെവലിൽ ഉള്ള അവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ അവിടെ ഒരു ബ്രേക്ക് ഡൗൺ നടന്നിട്ടുണ്ടെന്ന് അല്ല നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ഐഡൻറ്റിഫൈ ചെയ്യാം സ്റ്റാർട്ടിങ്ങിൽ, പക്ഷെ നമുക്ക് എന്താണ് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മുകളിലത്തെ ലെവൽസ്, ഇതിനോട് ചേർന്ന് നിൽക്കുന്ന താഴത്തെ ലെവൽസ്, ഇതാണ് നമ്മൾ കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മുമ്പോട്ട്